ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭ. വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒന്നാണ്. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭ. സഭയ്ക്ക് 4 വിശേഷണങ്ങളാണ് തരിക. ഒന്നാമതായി, സഭ എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര സഭയുണ്ട്? നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ. കത്തോലിക്ക സഭയിൽ തന്നെ പല വ്യക്തിസഭകളുണ്ട്. നമുക്കത് വ്യക്തമായിട്ടറിയാം. നമുക്ക് ഈ നാട്ടിൽ തന്നെ അറിയാവുന്ന സഭകൾ നമുക്കുണ്ട്. ലാറ്റിൻ സഭയുണ്ട്, സീറോ മലബാറുണ്ട്, സീറോ മലങ്കരയുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ പറയുകയാണ്, ഏക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതാണ് ഇപ്പോൾ സത്യസഭ? അതല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ അല്ലാത്ത മറ്റ് സഭകളുണ്ട്, അല്ലേ? ഇപ്പോൾ യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, അങ്ങനെയുള്ള സഭകളുണ്ട്. ഇനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന മറ്റു വിഭാഗത്തിലുള്ളവരുണ്ട്, പെന്തക്കോസ്ത വിഭാഗത്തിലുള്ളവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏതാണ് സത്യസഭ, അല്ലെങ്കിൽ സഭയുടെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഓരോരോ സഭകളാണോ? അല്ല, ഒറ്റ സഭയേ ഉള്ളൂ, ഒറ്റ സഭ. ആ സഭയുടെ ചട്ടക്കൂടിൽ പെടുന്നത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കണം. ഒരു സഭയേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം ഇതാണ്: ഒറ്റ കർത്താവേ ഉള്ളൂ, ഒറ്റ കർത്താവേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ. എൻ്റെ വിശ്വാസത്തിന് ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒറ്റ സഭയേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒറ്റ മാമോദിസായേ ഉള്ളൂ. ഈ സഭകൾക്കെല്ലാം ഒറ്റ മാമോദിസായേ ഉള്ളൂ. ആ ഒറ്റ മാമോദിസായ ഉള്ളത് കൊണ്ടാണ് ഒരു ഒറ്റ സഭയായിട്ടുള്ളത്. മൂന്നാമത്തേത്, ഒറ്റ പ്രത്യാശയേ ഉള്ളൂ. എൻ്റെ പ്രത്യാശ എന്താണ്? നമ്മുടെയൊക്കെ പ്രത്യാശ എന്താണ്? എനിക്ക് വേണ്ടി, പാപിയായി എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് എനിക്കും സ്വർഗത്തിലെത്താനായിട്ട് പറ്റും, അല്ലേ? അന്തിമ വിധിനാളിൽ അവൻ വീണ്ടും വരും. എനിക്കുള്ള വിധി അവൻ പ്രസ്താവിക്കും. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ അവൻ ഈ ലോകത്തിൽ വന്ന് എന്നെ രക്ഷിച്ചതിൻ്റെ കാരണം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടും, എനിക്ക് സ്വർഗം കിട്ടും എന്നതാണ് എൻ്റെ പ്രത്യാശ. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് അപ്പം കിട്ടും, അല്ലെങ്കിൽ കടം മാറി കിട്ടും, എൻ്റെ രോഗം മാറും എന്നതല്ല എൻ്റെ പ്രത്യാശ. എനിക്ക് ഒറ്റ പ്രത്യാശയേ ഉള്ളൂ: എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. അതിനുള്ള യോഗ്യത ഇല്ലാതിരുന്ന ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ വന്നതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊന്ന്, ഈ സഭയെ നയിക്കുന്നത് ഒറ്റ ആത്മാവാണ്. ഈ സഭയിലെ എല്ലാ വ്യക്തിസഭകളെയും നയിക്കുന്നത് ഒറ്റ ആത്മാവാണ്. അല്ലാതെ ഓരോ വ്യക്തിസഭയ്ക്കും ഓരോ ആത്മാവ്, അങ്ങനല്ല. എല്ലാ വ്യക്തിസഭകൾക്കും, ഈ സഭാസമുദ്ര കത്തോലിക്ക സഭയിലെ എല്ലാ സഭകൾക്കും, എല്ലാ വ്യക്തിസഭകൾക്കും അതെല്ലാം നയിക്കുന്നത് ഒറ്റ ആത്മാവാണ്. ഇത്രയും കാരണങ്ങളുണ്ട് ഒറ്റ സഭയാകാൻ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്: ഒരു ശരീരമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിരസായ ശരീരമാണ് സഭ. ഒറ്റ ശരീരമായതുകൊണ്ട് പല സഭകൾ പാടില്ല. ഒറ്റ സഭയേ ഉള്ളൂ, ഒറ്റ ശരീരമേ ഉള്ളൂ. അതാണ് സഭ. ഇനി ഈ സഭയുടെ മാനദണ്ഡം എന്താണ്? സഭ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ, കർത്താവിൻ്റെ ശരീരമായ സഭ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ വേണം? എങ്കിലേ നമുക്ക് സത്യസഭ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണല്ലോ നമുക്ക് അറിയേണ്ട ഒരു കാര്യം. പല സഭകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, കത്തോലിക്കനുണ്ട്, അങ്ങനെ അക്രൈസ്തവരുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ സഭ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അതിനെന്തെല്ലാം യോഗ്യതകൾ വേണം? അതാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണേണ്ട ഒരു കാര്യം. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്: ഈ ഐക്യത്തിൻ്റെ അടയാളങ്ങൾ. ഒന്ന്, അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച ഏക വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുള്ളതാണ് സഭ എന്ന് പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ, അപ്പസ്തോലന്മാർ പഠിപ്പിച്ച വിശ്വാസ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് സഭയല്ല, സത്യസഭയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ വന്ന് നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്തൊരു കൃത്യതയോടെയാണ് പഠിപ്പിക്കുന്നത് ഓർത്തോണം. കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് അവരോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ തന്നെയോ, ഈ പറഞ്ഞ ഞാൻ തന്നെ മാറ്റി പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇനി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ചു കൊടുത്ത, കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത പ്രബോധനത്തിൽ നിന്ന് അണുവിട വ്യത്യാസം വന്നാൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല.
ചിലപ്പോൾ കർത്താവിനെ ഏറ്റു പറയുന്നവനാകാം, മറ്റ് പല കാര്യങ്ങളിൽ യോജിപ്പുള്ളവരാകാം. പക്ഷേ കർത്താവ് നൽകിയിട്ടുള്ള, കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിയാൽ, അത് പറഞ്ഞ ആൾ തന്നെ വ്യത്യാസം വരുത്തിയാലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പഠിപ്പിക്കലുള്ള സ്ഥലമാണ് സഭ എന്ന് പറയുക. നമുക്കറിയാം കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ അച്ഛൻ നിങ്ങളോട് പറയും. ഇപ്പോൾ സഭ എന്ന രീതിയിൽ അംഗീകാരമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? കത്തോലിക്ക സഭയിലെ എല്ലാ വ്യക്തിസഭകളും സഭയുടെ കാര്യത്തിൽ പെടുന്നതാണ്. ഇനി ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, ഇതൊക്കെ ഇതിൽപ്പെടുന്നതാണ്. ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അതും സഭയുടെ കാര്യത്തിൽ പെടുന്നതാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയാം. ഒന്നാമത്തെ കാരണം ഇതാണ്, സഭ എന്ന് വിളിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്, അതിന് കൃത്യമായ പഠിപ്പിക്കലുണ്ട്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വ്യത്യസ്തമായി ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. നമുക്കറിയാം കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ അച്ഛൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സഭകളിലെ പഠിപ്പിക്കലുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിന് കൃത്യമായ ചട്ടക്കൂടുണ്ട്. ഇന്ന രീതിയിലെ ഒരു കാര്യം വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാഹചര്യം അനുസരിച്ച് നമുക്ക് വചനം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതാണ് പലപ്പോഴും മറ്റ് പലരും വ്യാഖ്യാനിക്കുമ്പോൾ അത് കൂടുതൽ സ്വീകാര്യമായ ആളുകൾക്ക് തോന്നാനുള്ള കാരണം. സാഹചര്യത്തെ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ വാക്യത്തെയും വ്യാഖ്യാനിക്കാൻ പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും സ്വീകാര്യമാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വചനം വ്യാഖ്യാനിക്കണമെങ്കിൽ അതിങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്ന് സഭ ഔദ്യോഗികമായിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വ്യാഖ്യാനിക്കാൻ പാടില്ല. നമുക്കറിയാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വലിയൊരു തടിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഓരോ കാര്യത്തിൻ്റെയും അർത്ഥം എന്താണ്, വിശ്വാസ സത്യങ്ങളുടെ അർത്ഥം എന്താണ്, അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാൻ പാടില്ല. അതുകൊണ്ട് ആ കൃത്യതയോടെയുള്ള പഠിപ്പിക്കലിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം. സഭ എന്ന് വിളിക്കപ്പെടണം, കർത്താവിൻ്റെ ഏക ശരീരത്തിൻ്റെ അംഗമാകണമെങ്കിൽ ആ ഒരു പഠിപ്പിക്കലിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റം വരാൻ പാടില്ല. ഇനി സഭകളുടെ പൊതുവായ കാര്യത്തിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് കൂദാശകളുടെ ഐക്യമാണ്. 7 കൂദാശകൾ, കർത്താവ് സ്ഥാപിച്ച 7 കൂദാശകൾ ഉള്ള ഇതിനെ പറയുന്നതാണ്, വിശ്വാസികളുടെ കൂട്ടത്തെ പറയുന്നതാണ് സഭ. ഈ 7 കൂദാശകളും കൃത്യമായിട്ട് ഉണ്ടാവണമെങ്കിൽ അത് സഭ എന്ന് വിളിക്കപ്പെടാൻ പാടുള്ളൂ. കാരണം കർത്താവിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുവാൻ കർത്താവ് സ്ഥാപിച്ച കൂദാശകളെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു സഭയ്ക്ക് നിലനിൽപ്പില്ല. അവൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ച കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വിശുദ്ധീകരണത്തിൽ ശുദ്ധമായതിലേക്ക് നമുക്ക് ചേരാനായിട്ട് പറ്റില്ല. നമുക്ക് അയോഗ്യതകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ അയോഗ്യതകളെയൊക്കെ മാറ്റി നിർത്തുവാൻ വേണ്ടി കർത്താവ് സ്ഥാപിച്ച കൂദാശകളെ തള്ളി പറയാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരുപ്പട്ട കൂദാശ വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച. അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അഭിഷേകത്തിൻ്റെ ഒരു പിന്തുടർച്ച അവിടെയുണ്ട്. അപ്പോസ്തലന്മാർക്ക് കിട്ടിയ അഭിഷേകത്തിൻ്റെ പിന്തുടർച്ച, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു വെളിപാട് കിട്ടി, എനിക്ക് അഭിഷേകം കിട്ടി എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ഭാഗമാവില്ല. അതിന് കൃത്യമായിട്ട് അഭിഷേകത്തിൻ്റെ ഒരു പിന്തുടർച്ച ഉണ്ടാവണം. പഴയ നിയമം മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ അഭിഷേകത്തിൻ്റെ ഒരു പിന്തുടർച്ച എല്ലായിടത്തും ഉണ്ട്. നമുക്കറിയാം ശ്ലീഹന്മാരുടെ കാലം മുതൽ കൃത്യമായിട്ട് നമുക്ക് കൃത്യം പറഞ്ഞു പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ശ്ലീഹന്മാരെ മെത്രാന്മാരെ നിയോഗിക്കുന്നു, മെത്രാന്മാരെ അടുത്ത മെത്രാന്മാരെ നിയോഗിക്കുന്നു, അങ്ങനെ ഇന്ന് വരെ തുടരുന്ന ഒരു പിന്തുടർച്ച നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ സഭ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ പാടില്ല. അത് ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും അങ്ങനെ ഒരു വ്യതിചലനം ഉണ്ടായാൽ ആ ആളെ പുറന്തള്ളും. നമുക്കറിയാം നമ്മുടെ പഴമയിൽ ഈ ദൈവശാസ്ത്രം കൃത്യമായി രൂപീകരിക്കപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആദ്യത്തെ 4-5 നൂറ്റാണ്ടുകൾ എന്ന് പറയും. ഈ നൂറ്റാണ്ടുകളിൽ ഒത്തിരിയേറെ പാഷണ്ഡതകളും ശീഷ്മകളും ഒക്കെ ഉണ്ടായി. ഈ പാഷണ്ഡതകളും ശീഷ്മകളും ഒക്കെ ഉണ്ടായപ്പോൾ സഭയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതെന്ന് പറഞ്ഞ മിക്കവാറും പേരും മെത്രാന്മാരൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള കാരണം ഇതിൻ്റെ പഠിപ്പിക്കലുകൾ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് വരുമ്പോൾ സഭ ഔദ്യോഗികമായിട്ട് പറയും ഇങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്, അതല്ല ഇന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവരെ പാഷണ്ഡതയാണ് എന്ന് സഭ കൃത്യമായിട്ട് പറയും. അവർ പിന്നെ പലരും അത് തിരിച്ചറിഞ്ഞ് പിന്നീട് തിരിച്ചു വന്ന ആളുകളുണ്ട്.
അപ്പം അത് ഏത് സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ഞങ്ങൾ തന്നെ അത് മാറ്റി പറഞ്ഞാലും അത് ശപിക്കപ്പെടും. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി നമ്മൾ ഓർത്തിരിക്കണം. സഭ എന്ന് നമ്മൾ വിളിക്കപ്പെടണമെങ്കിൽ, കർത്താവിൻ്റെ മൗലിക ശരീരത്തിലെ അംഗമാകണമെങ്കിൽ ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത് സ്ലീഹന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത പ്രബോധനങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത ഒരു വ്യാഖ്യാന ശൈലി സഭയിൽ ഉണ്ടാവണം. എങ്കിലേ അത് സഭ എന്ന് വിളിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ വിശ്വാസികളുടെ കൂട്ടം എന്നത് സഭ എന്ന് വിളിക്കപ്പെടാൻ പാടില്ല. കർത്താവിൻ്റെ ഏക ശരീരമായ സഭയിൽ ആകുക വിളിക്കപ്പെടാം, പക്ഷെ അത് ഈ ഏക ശരീരത്തിലെ അംഗങ്ങളാകുകയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 7 കൂദാശകൾ കൃത്യമായി ഉണ്ടാവണം. അത് കർത്താവ് വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് തന്നെ 7 കൂദാശകൾ ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം തിരുപ്പട്ടം എന്ന അഭിഷേകത്തിൻ്റെ പിന്തുടർച്ച ഇന്ന് വരെയും ഉണ്ടാവണം. അങ്ങനെയുള്ള സഭകളെയാണ് സഭകൾ എന്ന് വിളിക്കപ്പെടുക. ഈ എല്ലാ സഭകൾക്കും, നമ്മൾ ഈ വിളിക്കപ്പെടുന്ന എല്ലാ സഭകൾക്കും ഈ ഒരു കൂട്ടായ്മയുണ്ട്. അതുകൊണ്ടാണ് സഭ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ വ്യക്തിസഭകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഒറ്റ സഭയാണ് എന്ന് പറയാനുള്ള കാരണം ഈ 3 കാര്യങ്ങൾ വളരെ കൃത്യമായി അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വളരെ വ്യക്തമായി ഏകസഭ എന്ന് പറയാനുള്ള കാരണം. നാലാമതൊരു കാര്യമുണ്ട്, ഈ സ്ലീഹന്മാരുടെ ഐക്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. സ്ലീഹന്മാരുടെ ഐക്യം എന്നാൽ ശ്ലൈഹിക ഐക്യം എന്ന് പറയുന്നതുണ്ട്. അതിൻ്റെ ഭാഗമാണ് മാർപ്പാപ്പായുമായിട്ടുള്ള ബന്ധം എന്ന് പറയുക. മാർപ്പാപ്പായ സഭയുടെ തലവനായ മാർപ്പാപ്പായുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിലുള്ള വിള്ളലുകൾ മറ്റു ചില സഭകൾക്ക് ഇല്ലാതുണ്ട്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ചില സഭകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ കത്തോലിക്ക സഭ എന്നറിയപ്പെടാത്തത്. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എടുക്കുക. ഈ 3 കാര്യങ്ങളുള്ളത് മാത്രമേ സഭ എന്ന ഗണത്തിൽ പെടുകയുള്ളൂ. ആ സഭയുടെ പേരാണ് ഏകസഭ. ഏകസഭ, ഒറ്റ സഭ. അത് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടായാലും എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാർ ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും പഠിപ്പിച്ചെടുത്ത വിശ്വാസ സത്യങ്ങൾ അവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകൃതമായതാണ്. ആ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് കൊണ്ട് പല വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴേ ശരിക്കുള്ള സത്യങ്ങൾ മുഴുവൻ പുറത്തു വരികയുള്ളൂ, ശരിക്കുള്ള സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ സഭകളും അതിൻ്റേതായിട്ടുള്ള പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓരോ അപ്പസ്തോലനും കർത്താവിനെ കണ്ടറിഞ്ഞ രീതി വ്യത്യാസമാണ്. ആ രീതികളെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് കർത്താവിനെ കുറിച്ചുള്ള പൂർണ്ണ വെളിപാടുണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു അപ്പസ്തോലനും പറഞ്ഞു കൊടുത്തതൊന്നും മാറ്റപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് സഭ പറഞ്ഞ് ഇങ്ങനെ വ്യക്തിസഭകൾ ഓരോ സ്ഥലത്തും ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. ഏകസഭയുടെ അംഗങ്ങളാണ്. ഈ വെളിപാടുകൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ വ്യതിരക്തതയിലാണ്. അതുകൊണ്ടാണ് ഏകസഭ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സഭ എന്ന് വിളിക്കപ്പെടാനായിട്ടുള്ള കാരണമാണെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൻ്റെ ഐക്യം, അതിൽ നിന്നൊരു വ്യത്യാസമില്ലാത്ത ഐക്യം, 7 കൂദാശകൾ, അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പിന്തുടർച്ച, ഈ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച, ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയും. അപ്പം അതുകൊണ്ട് സഭ ഏകമാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, സഭ പരിശുദ്ധമാണ്. സഭ പരിശുദ്ധമാണ്. സഭ പരിശുദ്ധമാകാനുള്ള കാരണം സഭ സ്ഥാപകൻ ദൈവം തന്നെ ആയതുകൊണ്ടാണ്. പരിശുദ്ധനായ ദൈവമായതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്രിസ്തു അവളുടെ വരനാണ്, അതേസമയത്ത് തന്നെ അവളുടെ ശിരസാണ്. ക്രിസ്തു പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് സഭയും പരിശുദ്ധയാണ്. എന്തുകൊണ്ടാണ്? അവളെ കറയോ ചുളിവോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അവൻ സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏറ്റെടുത്ത് അവളെ വിശുദ്ധീകരിച്ചു, അല്ലേ? അപ്പോൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. സഭയെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട്, സഭ കർത്താവിൻ്റെ ശരീരമായതുകൊണ്ട്, കർത്താവ് അവളുടെ വരനായിരിക്കുന്നത് കൊണ്ട്, അവളെ മഹത്വീകരിക്കുവാൻ കർത്താവ് കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് അവൾ പരിശുദ്ധയാണ്. എന്നാൽ സഭയിലെ അംഗങ്ങൾ എല്ലാവരും പരിശുദ്ധരാണോ? അല്ല. നമ്മളൊക്കെ അറിയാം, നമ്മളൊക്കെ എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സഭയിലെ അംഗങ്ങൾ എല്ലാവരും പരിശുദ്ധരാണോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധരല്ല. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാവോ? സഭ അവളിൽ തന്നെ പരിശുദ്ധയാണ്, പക്ഷേ സഭയിലെ അംഗങ്ങളെല്ലാവരും പരിശുദ്ധരല്ല. സഭയ്ക്ക് കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ അറിയാം, എങ്ങനെ പരിശുദ്ധിയിലെത്താം എന്നുള്ള മാർഗങ്ങൾ അറിയാം. അവൾ ഒരേ സമയത്ത് പരിശുദ്ധയുമാണ്, അതേ സമയത്ത്
പരിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. അച്ഛൻ പറയുന്നത് ഓർക്കുക, ഒരേ സമയത്ത് അവൾ വിശുദ്ധയാണ്, അതേ സമയത്ത് അവൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. കർത്താവ് സഭയെ വിശുദ്ധീകരിച്ചത് കൊണ്ട് അവൾ വിശുദ്ധയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ സഭയിലുള്ള അംഗങ്ങളെ വിളിക്കുന്നത് വിശുദ്ധരെ എന്ന് വിളിക്കാനുള്ള കാരണം. അത് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വിളിക്കുന്നതല്ല, സഭയെ പൊതുവായിട്ട് വിളിക്കുന്നതാണ്. സഭാ അംഗങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്നതാണ് വിശുദ്ധരെ എന്ന്, കർത്താവിൽ വിശുദ്ധരെ എന്ന് പറയാനുള്ള കാരണം. നമ്മളെല്ലാവരും സഭയിലെ അംഗങ്ങളായിരിക്കുന്നത് കൊണ്ട് വിശുദ്ധരാണ്. അതേ സമയത്ത് തന്നെ വിശുദ്ധീകരിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരുമാണ്. വിശുദ്ധീകരിക്കപ്പെടേണ്ട സഭ നിരന്തരം അവളുടെ മക്കളെ, അവളുടെ അംഗങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിടത്ത് കറ പറ്റിയാൽ, ഒരിടത്ത് ചെളി പറ്റിയാൽ അമ്മ ശുദ്ധീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഒരവയവത്തിൽ ചെളി പറ്റിയാൽ എൻ്റെ മറ്റ് അവയവങ്ങളൊക്കെ കൂടി അതിനെ ശുദ്ധീകരിക്കുന്നത് പോലെ, കഴുകുന്നത് പോലെ സഭ ഓരോ വ്യക്തികളെയും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? അവളുടെ കൂദാശകൾ വഴി, കർത്താവ് അവളെ ഏൽപ്പിച്ച കൂദാശകൾ വഴി അവൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. അപ്പൊ സഭ പരിശുദ്ധിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ യോഗ്യതയാൽ. ഈ സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കർത്താവ് അവളിലൂടെ എല്ലാ അംഗങ്ങളെയും വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു, കഴുകി ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. അതേ ഒരേ സമയത്ത് സഭ വിശുദ്ധയാണ്, അതേ സമയത്ത് തന്നെ വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. സഭയിൽ ചില ആളുകളെ വിശുദ്ധരായിട്ട് എടുത്തു കാണിക്കും. എന്താണ്? സഭ നമ്മളോട് പറയുകയാണ്, ഈ രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധരാകാം, ഈ രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധരാകാം എന്ന് കർത്താവ് വെളിപാടുകളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അവളുടെ മുമ്പിൽ എടുത്തു വെക്കുമ്പോൾ അവൾ മക്കളെ കാണിച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് ജീവിക്കേണ്ടത്, ഇതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താം, നമുക്ക് വിശുദ്ധരായിട്ട് തീരാം. അതുകൊണ്ട് സഭയുടെ 2 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, സഭ ഏകമാണ്. ഏക സഭയിൽ ഒറ്റ സഭയേ ഉള്ളൂ. അത് കർത്താവിൻ്റെ മൗലിക ശരീരമായിട്ടുള്ള സഭയാണ്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ കണ്ട കാര്യം ഇതാണ്, സഭ പരിശുദ്ധയാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ യോഗ്യതയാൽ അവൾ പരിശുദ്ധയാണ്. നമ്മളുടെ യോഗ്യത കൊണ്ടല്ല, നമ്മൾ പാപികളും ബലഹീനരുമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വിശുദ്ധീകരണത്തിൽ നിന്ന്, അവളുടെ വിശുദ്ധിയിൽ നിന്ന് അവൾ എടുത്തു വെച്ച് നമുക്ക് തന്ന് നമ്മളെ കഴുകി ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. സഭ പാപികളെ മാറോട് ചേർക്കുന്ന സഭ ഒരേ സമയം പരിശുദ്ധിയും അതേസമയം വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ്. ഇത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും കുറിച്ച് വെക്കേണ്ട ഒരു കാര്യമാണെന്ന് ഓർക്കുക. മൂന്നാമത്തെ കാര്യം ഇതാണ്, സഭ ശ്ലൈഹികമാണ് എന്നതാണ്. സഭ ശ്ലൈഹികമാണ്. സഭ ശ്ലൈഹികമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഈ പിന്തുടർച്ച മാത്രമാണ്. അല്ല, സഭ ശ്ലൈഹികമാണ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നേരത്തെ സഭ ഏകമാണെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സഭ ശ്ലൈഹികമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 12 ശ്ലീഹന്മാരാണ്. സഭയുടെ അടിസ്ഥാനം, ഈ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കാതെ പറ്റുകയില്ല. നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശ്ലൈഹികമായ സഭയുടെ ഭാഗമല്ല. സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഈ 12 ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക. അപ്പം അതായത് വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, നഗരത്തിന് മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. ഈ അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. പത്രോസ് ലീഹായോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ കേപ്പാ, നീ ഇനി മുതൽ പത്രോസ് എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ് ആണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്. അതായത് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ 12 ശ്ലീഹന്മാരുടെ പ്രബോധനത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ, ഈ ശ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ശ്ലീഹന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതാണ് ശ്ലൈഹികമാണെന്ന് പറയാനുള്ള കാരണം. ശ്ലീഹന്മാർ പഠിപ്പിച്ചത് എന്താണോ അത് കൃത്യമായി അതേപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന് അത് തന്നെയാണ് ഇന്നും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സഭ ശ്ലൈഹികമാണെന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അപ്പസ്തോലന്മാർ മുതൽ ഒരു പിന്തുടർച്ച, ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു പിന്തുടർച്ച
ഇന്ന് വരെയും നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സഭ ശ്ലൈഹികമാണെന്ന് പറയുക. 3 കാരണങ്ങളാണ്. ഒന്ന്, ഈ 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ശ്ലൈഹികമാണെന്ന് പറയുന്നത്. 2, ഈ അപ്പസ്തോലന്മാർ തന്ന പ്രബോധനം തന്നെയാണ് ഇന്നും സഭയിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ശ്ലൈഹികമാണെന്ന് പറയുന്നത്. 3, ഈ അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അതേ പൗരോഹിത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സഭ ശ്ലൈഹികമാണെന്ന് പറയുന്നത്. ഇപ്പം ഈ പിന്തുടർച്ചയുടെ കാര്യത്തിൽ ശ്ലീഹന്മാർക്ക് കിട്ടിയ എല്ലാ ദൗത്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുവാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല, അല്ലേ? നമുക്കറിയാം, സഭയിൽ മെത്രാന്മാരും ഡീക്കന്മാരും ഒക്കെ ഈ ശ്ലീഹന്മാർ സ്ഥാപിച്ചതൊക്കെ നമ്മൾ വായിച്ചതാണ്. ഫിലിപ്പിയരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം തന്നെ ഇങ്ങനെയാണ് എഴുതപ്പെടുക: യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിലെ മെത്രാന്മാർക്കും ഡീക്കന്മാർക്കും ഉൾപ്പെടെ യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധർക്കും എഴുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയെ വിശുദ്ധരുടെ ഗണമായി പറഞ്ഞുകൊണ്ട് മെത്രാന്മാർക്ക് ഡീക്കന്മാർക്ക് ഒക്കെ ആയിട്ടാണ്. ആ ഒരു തുടർച്ച അവിടെ മുതലേ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈമാറ്റം പെടാവുന്ന കാര്യങ്ങളുമുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടാത്ത കാര്യങ്ങളുമുണ്ട്. ശ്ലൈഹികതയിൽ അല്ലെങ്കിൽ അപ്പസ്തോലകത്വത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമുണ്ട്. ഇപ്പം ഇന്ന് ഞാനൊരു പുരോഹിതനാണ്. എനിക്ക് ഈ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു പൗരോഹിത്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടാത്ത ചിലതുണ്ട്. ഈ അപ്പസ്തോലന്മാർക്ക് മാത്രമായിട്ടുള്ളതും എനിക്ക് കിട്ടാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് 1-ാമത്തെ കാര്യം ഇതാണ്: കർത്താവിൻ്റെ ഉത്ഥാനത്തെ കണ്ട സാക്ഷികളാകാൻ എന്നെ കൊണ്ട് പറ്റുമല്ല, അല്ലേ? അത് ഈ 12 പേർക്കാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഉത്ഥാനത്തിൽ അവൻ്റെ സാക്ഷികളായി തീരുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അവർക്ക് മാത്രമാണ്. ആ ഒരു അവകാശം ഒരിക്കലും തുടർച്ചയിൽ വരുന്ന ഒന്നല്ല, ഈ ഒരു പിന്തുടർച്ചയിലുള്ളതല്ല. 2-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനമാവുക എന്നുള്ളതാണ്. സഭയുടെ അടിസ്ഥാനമാവുക. ഇതെനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു എനിക്ക് സ്വന്തമായിട്ടൊരു സഭ സ്ഥാപിച്ച് ഞാനാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ഭാഗം അല്ലാതായി പോകും. അത് എനിക്ക് എത്ര പിന്തുടർച്ച കിട്ടിയിട്ടുള്ളതാണെങ്കിലും എനിക്ക് ആ തുടർച്ച കിട്ടിയിട്ടില്ല. ഈ 12 സ്ലീഹന്മാരെ ഉള്ളൂ സഭയ്ക്ക് അടിസ്ഥാനം. ഒരാളും കൂടെ എക്സ്ട്രാ കയറ്റി വെച്ചേക്കാൻ പറ്റുമല്ല. നല്ല ഒന്നാന്തരം പാണ്ഡിത്യമുള്ള ആളാണ്, നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഇതിൻ്റെ അടിസ്ഥാനമാക്കി വെക്കാൻ പറ്റുമല്ല. ഈ 12 പേരാണ് അടിസ്ഥാനം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ 2 കർത്താവ് ഏൽപ്പിച്ച് ഈ 2 ദൗത്യങ്ങൾ ഈ 12 സ്ലീഹന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ്. എന്നാൽ ഈ പിന്തുടർന്ന് വരുന്ന കാര്യം എന്താണ്? പിന്തുടർന്ന് വരുന്ന ദൗത്യം എന്താണ്? 1, തെറ്റുകൂടാതെ പഠിപ്പിക്കുക. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി പഠിപ്പിക്കുവാനുള്ള അധികാരം, ഈ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് വരെ നമുക്ക് ലഭിക്കുന്ന അധികാരമാണ്. ഇന്ന് പുരോഹിതനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം അല്ലെങ്കിൽ ശ്ലൈഹിക അധികാരം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്: പഠിപ്പിക്കുക, തെറ്റുകൂടാതെ പഠിപ്പിക്കുവാനായിട്ടുള്ള അധികാരം. 2-ാമത്തെ കാര്യം അജഗണങ്ങളെ നയിക്കുക. പത്രോസ്ലീഹായെ ആടുകളെ നയിക്കുവാൻ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം ഇന്ന് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ 2 ദൗത്യങ്ങളാണ് അപ്പസ്തോലന്മാരിൽ നിന്ന് പിന്തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് വരെ അഭിഷേകത്തിലൂടെ ലഭിക്കുക എന്ന് പറയുക. അതുകൊണ്ട് ശ്ലൈഹികമാണ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ഈ ശ്ലൈഹികതയുടെ പ്രത്യേകത? എന്താണ്? ശ്ലൈഹികത അപ്പസ്തോലന്മാരുടെ അടിസ്ഥാനത്തിന്മേലുള്ള ശ്ലൈഹികതയാണ്. ഈ അടിസ്ഥാനത്തിന്മേലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതാണ് സഭ ശ്ലൈഹികമാണെന്ന് പറയാനുള്ള കാരണം. 2-ാമത്തെ കാരണം എന്താ? അപ്പസ്തോലന്മാരുടെ അതേ പ്രബോധനമാണ് ഇന്നും സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ശ്ലൈഹികത എന്ന് പറയുക. 3-ാമത്തേത് പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച. ഈ ദൗത്യങ്ങളുടെ പിന്തുടർച്ച നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഈ ദൗത്യങ്ങൾ, ഇതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഈ സഭ 1-ാമത്തെ കാര്യം ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്. ഇനി 4-ാമത്തെ കാര്യം ഇതാണ്: സഭ കാതോലികമാണ് അല്ലെങ്കിൽ സാർവത്രികമാണ് എന്ന് പറയും. സാർവത്രികമാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരംഗമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അംഗം. ഈ ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സഭ മാത്രമല്ല, ഇത് സാർവത്രികമായിട്ടുള്ള ഒരു സഭയുടെ ഭാഗമാണ്. സാർവത്രികമായ സഭയുടെ ഭാഗം, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരേ ഒരു സഭയുടെ ഭാഗമാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറയുക, അല്ലെങ്കിൽ സീറോ മലബാർ സഭ എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഇവിടെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടൊരു സഭയല്ല, മറിച്ച് ഇതൊരു സാർവത്രിക സഭയുടെ ഭാഗമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ലോകം മുഴുവനും വേണ്ടിയിട്ടാണ് ഈ സഭയെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സാർവത്രികമാകുക. എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വിളി
ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആരെയും തള്ളിക്കളയാൻ പറ്റില്ല. എത്ര പാപിയാണെങ്കിലും തള്ളിക്കളയാൻ പറ്റുകയില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും തള്ളിക്കളയാൻ പറ്റുകയില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഓരോ സഭകളോടുമുള്ള അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ മതങ്ങളോടുള്ള ഈ സഭയുടെ സമീപനം എന്തായിരിക്കണമെന്ന് ഈ വത്തിക്കാൻ കൗൺസിലും ഈ മതബോധന ഗ്രന്ഥമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരോടും യഹൂദരോട് എങ്ങനെയായിരിക്കണം, മുസ്ലിംസിനോട് എങ്ങനെയാണ്, അതല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ളവരോട് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കരല്ലാത്ത മറ്റ് ക്രൈസ്തവരായിട്ടുള്ളവരോട് എങ്ങനെയാണ്, അകത്തോലിക്കരോട് എങ്ങനെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായി സഭ കൃത്യമായിട്ട് പഠിപ്പിച്ച് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഭ പറയുന്നത് എന്താണ്? എല്ലാവരും ദൈവാന്വേഷികളാണ്. നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന സത്യം ലോകം മുഴുവനിലേക്കും സാർവത്രികമായി പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധ്യമാണ് കർത്താവോട് തരിക. എന്ന് പറഞ്ഞാൽ സഭ കാതോലികമാണ്, സാർവത്രികമാണ് എന്ന് പറയുന്നത് ആരെയും തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നാണ് സഭ. ആരെയും തള്ളിക്കളയാൻ പറ്റില്ല സഭയ്ക്ക്. എല്ലാവരെയും ഉൾക്കൊള്ളാനേ സഭയ്ക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുമ്പോൾ സഭ ഏകമാണ്, പരിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ് എന്ന് ഏറ്റു പറയുമ്പോൾ ബോധ്യത്തോടു കൂടി വേണം പറയാൻ. ഞാൻ വിശ്വസിക്കുന്ന സഭ ഒറ്റ സഭയുടെ ഭാഗമാണ്. ഒരേ ഒരു സഭയേ ഉള്ളൂ. ആ സഭ എന്ന് പറയുന്നത് സ്ഥാപിച്ച കർത്താവ് ഒന്നേ ഉള്ളൂ. എൻ്റെ ഒറ്റ കർത്താവേ ഉള്ളൂ, ഒറ്റ ആത്മാവേ ഉള്ളൂ, ഒറ്റ വിശ്വാസമേ ഉള്ളൂ, ഒറ്റ കുദാശയേ ഉള്ളൂ, ഒരു ഒറ്റ കുദാശ ക്രമമേ ഉള്ളൂ, അല്ലേ? ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റ പ്രബോധനമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിൻ്റെ ഏക ശരീരത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ, സ്ലീഹന്മാരുടെ പ്രബോധനത്തിൽ നിന്ന് വ്യത്യസ്തതയില്ലാത്ത 7 കൂദാശകളുള്ള ശ്ലൈഹിക പാരമ്പര്യമുള്ളതിനെയാണ് സഭ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പരിശുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. കർത്താവ് ശിരസ്സായിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധനായവൻ ശിരസ്സായിരിക്കുന്നത് കൊണ്ട് സഭ വിശുദ്ധയാണ്. അതേ സമയത്ത് തന്നെ അവളുടെ കരങ്ങളെ കഴുകി വിശുദ്ധമാക്കുന്നത് പോലെ, ഓരോ അവയവം മറ്റ് അവയവങ്ങളെ കഴുകി വിശുദ്ധമാക്കുന്നത് പോലെ അവൾ എപ്പോഴും വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആ വിശുദ്ധീകരണത്തിൻ്റെ ദൗത്യവും അവളെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സഭ ശ്ലൈഹികമാണ്. ഈ ശ്ലൈഹികതയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്ലീഹന്മാരാണ്. ഈ 12 സ്ലീഹന്മാരല്ലാതെ വേറൊരു അടിസ്ഥാനം നമുക്കില്ല. സ്ലീഹന്മാരുടെ പ്രബോധനത്തിൽ നിന്നൊരു വ്യത്യാസം നമുക്കില്ല. അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം. എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെടാവുന്നത്, കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റാത്തത് എന്ന് നമ്മൾ പറഞ്ഞു. സഭ കാതോലികമാണ്, സാർവത്രികമാണ് എന്ന് പറയുമ്പോൾ ഞാനിരിക്കുന്ന സഭ, ഞാനായിരിക്കുന്ന സഭ, അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി ഒരു സാർവത്രിക സഭയുടെ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒറ്റ സഭയുടെ ഭാഗമാണ്. അത് ആരെയും തള്ളിക്കളയാൻ പറ്റാത്ത, എല്ലാവരെയും വിശ്വാസ സത്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന ബോധ്യമുണ്ടാകണം. അപ്പം അതുകൊണ്ട് ഈ സഭയെക്കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ ഇത്ര പ്രാധാന്യത്തോടെ പറയുന്നത് എന്നെ അത് പഠിപ്പിക്കാൻ കൂടിയാണ്. ഞാൻ ആരാണെന്ന് പഠിപ്പിക്കാൻ കൂടിയാണ്. ഞാൻ എവിടുത്തെ അംഗമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെ ജീവിക്കേണ്ട ആളാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബോധ്യത്തോടു കൂടി ഈ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.